വയനാടൻ ചക്കകൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നു. വാങ്ങാനെത്തുന്നവരുടെയും കയറ്റി അയക്കുന്നതിന്റെയും എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ജില്ലയിൽ ചക്ക വിളവെടുപ്പ് കാലമായതോടെയാണ് ആവശ്യക്കാരും ഏറിയത്. റോഡരികിൽ വിൽക്കുന്നതോടൊപ്പം മൈസൂരു, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കും ചക്കകൾ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്ന് എത്തുന്ന വ്യാപാരികളാണ് ചക്കകൾ ഇവിടെ നിന്ന് മൊത്തമായി വാങ്ങുന്നതും അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതും. ജില്ലയിലുള്ളവരും ചക്കകളുടെ കച്ചവടം നടത്തുന്നുണ്ട്. റോഡരികുകളിൽ വിൽപ്പന നടത്തുന്നവരും ഏറെയാണ്. മൊത്തമായി വാങ്ങുമ്പോൾ തോട്ടത്തിന്റെ ഉടമയ്ക്ക് ഒരു ചക്കയ്ക്ക് 10 മുതൽ 15 രൂപ വരെയാണ് വില ലഭിക്കുന്നത്. ഒന്നിച്ച് ശേഖരിച്ച ശേഷമാണ് ഇവർ കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും കൊണ്ടുപോകുന്നത്. വയനാട്ടിൽ നിന്നെത്തുന്ന ചക്കകൾക്ക് അവിടെയെല്ലാം ആവശ്യക്കാർ ഏറെ ആയതിനാലാണ് കൂടുതൽ വ്യാപാരികൾ ജില്ലയിലേക്ക് എത്താനും വാങ്ങിക്കൊണ്ടുപോകാനും ആരംഭിച്ചത്. ഇത്തവണ മെയ് ആദ്യം തന്നെ ചക്കയുടെ വിളവെടുപ്പ് ജില്ലയിൽ ആരംഭിച്ചു. ജില്ലയിൽ കൃഷിയായി ചെയ്യുന്നവർ കുറവാണെങ്കിലും മിക്ക തോട്ടങ്ങളിലും പ്ലാവുകൾ ഉള്ളതിനാൽ ചെറിയ വരുമാനം പലർക്കും ചക്ക വിൽപ്പനയിലൂടെ ലഭിക്കുന്നുണ്ട്. കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ ചക്ക തേടി കാട്ടാനകൾ എത്തും എന്നതിനാൽ ചെറുതാകുമ്പോഴേക്കും വെട്ടി നശിപ്പിക്കുന്നവരും ജില്ലയിൽ ഏറെയാണ്. എങ്കിലും ഇത്തവണ ഒട്ടേറെ പേർ ചക്ക വിൽപ്പന നടത്തി വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡരികിൽ എത്തിച്ച് ചക്ക വിൽപ്പന നടത്തുന്നവർ വലിപ്പമനുസരിച്ചാണ് വില ഈടാക്കുന്നത്. വലിപ്പമനുസരിച്ച് ഒരു ചക്ക വിൽപ്പനയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.